ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിൻ്റെ LDCയുടെ മാതൃകാ പരീക്ഷാ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ എത്രയാണെന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോ LDCക്കാർക്ക് മാത്രമല്ല, LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷും മലയാളവും മാത്രമാണ് അവർ ഒഴിവാക്കേണ്ടതായിട്ടുള്ളൂ. LDCയുടെയും LGSൻ്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, കേരളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളമാണ് 580 കിലോമീറ്റർ. ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം ഉത്തരം ഓപ്ഷൻ ഡി 2695 മീറ്റർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ പമ്പയുടെ ദാനം കുട്ടനാട്, ശില്പനഗരം കോഴിക്കോട്, ദൈവങ്ങളുടെ നാട് കാസർഗോഡ്, നിത്യഹരിത നഗരം തിരുവനന്തപുരം. ഭവാനി നദിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഭവാനിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഭവാനി നദി ഒഴുകുന്നത് മലപ്പുറം ജില്ലയിലൂടെയാണെന്നുള്ള പ്രസ്താവന തെറ്റാണ്. പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ ഡി JM കെയ്ൻസ്. അടുത്ത ചോദ്യം, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖല. ഉത്തരം ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. 2025 പ്രത്യേക ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം. 2025 ടൂറിസം വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം. ഓപ്ഷൻ എ നേപ്പാൾ. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. അടുത്ത ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 2 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമായത് കുമരകമാണ്. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ബി 31. അടുത്ത ചോദ്യം, ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഉപഭോക്തൃ ദിനം. ഉത്തരം ഓപ്ഷൻ ഡി ഡിസംബർ 24. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിൻ ഡി അല്ല, വൈറ്റമിൻ സി ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം.
ഉത്തരം ഓപ്ഷൻ ബി 1934. അടുത്ത ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസ സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ ബി ഗൗരി പാർവതിഭായ്. ചന്ദ്രയാൻ 3 മിഷന്റെ ഡയറക്ടർ. ചന്ദ്രയാൻ 3 മിഷന്റെ ഡയറക്ടർ ആര്? ഓപ്ഷൻ ബി എസ് മോഹനകുമാർ. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരുന്നു പി വീരമുത്തുവേൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ്. നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതും രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2015 ജനുവരി 1. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തി. ഓപ്ഷൻ സി ബെനഗൽ രാമറാവു. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 4ഉം. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവിയെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി റെഗുലേറ്റിംഗ് ആക്ട് 1773. അടുത്ത ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരിയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെക്കുറിച്ചാണ് ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി VP സിംഗ്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി കരുത്ത്. അടുത്ത ചോദ്യം, കരളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. കരളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന.
ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. കരളിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി. ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകം. ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻ എ അമോണിയ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ താപനില. ഉത്തരം ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. സമഗ്ര നൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം. സമഗ്ര നൃത്തം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കലാരൂപം. ഉത്തരം ഓപ്ഷൻ ബി കഥകളി. ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ഡി കുഞ്ഞുണ്ണി മാഷ്, അക്ഷരത്തെറ്റ്, ജോസഫ് മുണ്ടശ്ശേരി, മാറ്റൊലി, വൈലോപ്പിള്ളി, കയ്പവല്ലരി, വയലാർ രാമവർമ്മ, സർഗസംഗീതം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ട വർഷം. ഓപ്ഷൻ ബി 1925. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ. കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗം. കമ്പ്യൂട്ടറിൻ്റെ നട്ടെല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗം. ഉത്തരം ഓപ്ഷൻ സി മദർ ബോർഡ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജ. ജോ ബൈഡന്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജ. ഓപ്ഷൻ ബി ആരതി പ്രഭാകർ. 2023 ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്നത് ഏത് ജില്ലയിലാണ്? മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്ന ജില്ല. ഓപ്ഷൻ എ തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആദ്യക്ഷ്യം. വിപരീത പദം എഴുതുക. ആർജവം. ആർജവം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി കൗടില്യം. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെയും അവയുടെ പര്യായ പദങ്ങളുടെയും ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി മൂള, ശിഖം, അജിരം എന്ന ജോഡിയാണ് തെറ്റായത്. അടുത്ത ചോദ്യം, സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഈ ശൈലിയുടെ അർത്ഥം കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ ബി തനിക്ക് താനും പുരയ്ക്ക് തൂണും. ഒറ്റപ്പദം എഴുതുക. പിതൃസഹോദരൻ. പിതൃസഹോദരൻ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി താതകു. ഫൈൻഡ് ദ മീനിങ് ഓഫ് ഇഡിയം ഓൾ ഗ്രീക്ക് ടു മീ. ഓൾ ഗ്രീക്ക് ടു മീ എന്ന ഇഡിയത്തിൻ്റെ ശരിയായ അർത്ഥം കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. എ ഡാഷ് ഓഫ് ബുക്ക്. ചൂസ് ദി അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ.
ഓപ്ഷൻ സി പൈൽ. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻ ബി ഐ ഷാൽ കം നെക്സ്റ്റ് സൺഡേ. വൈ ആർ യു ഡിസ്റ്റർബിംഗ് ഹെർ? ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്ഷൻ ഡി വൈ ഈസ് ഷീ ബീയിങ് ഡിസ്റ്റർബ്ഡ് ബൈ യു? ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഓപ്ഷൻ സി ഇമ്പരറ്റീവ് സെൻറ്റൻസ്. അടുത്ത ചോദ്യം. 50 ആൺകുട്ടികൾ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ എല്ലാവരും പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു എങ്കിൽ ആകെ എത്ര ഹസ്തദാനം നടന്നിരിക്കണം? ഓപ്ഷൻ ഡി 1225. ഇൻറ്റു ചിഹ്നത്തിന് പകരം പ്ലസും ഭാഗം ചിഹ്നത്തിന് പകരം മൈനസും പ്ലസ് ചിഹ്നത്തിന് പകരം ഇൻറ്റുവും മൈനസിന് പകരം ഭാഗം ചിഹ്നവും ഉപയോഗിക്കുകയാണെങ്കിൽ 20 ഇൻറ്റു 8 ഭാഗം 8 മൈനസ് 4 പ്ലസ് 2 എത്ര? ഓപ്ഷൻ സി 24. ഒരു വരിയിൽ ഒരാൾ മുന്നിൽ നിന്ന് 6-മതും പിന്നിൽ നിന്ന് 18-മതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓപ്ഷൻ എ 23. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 172 ആയാൽ അതിൽ വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 44. ഒരു ഫാൻ വാങ്ങിയ വിലയേക്കാൾ 180 രൂപ കുറച്ച് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. എന്നാൽ ഫാനിൻ്റെ വാങ്ങിയ വില എന്ത്? ഓപ്ഷൻ എ 1800. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.